ഹലോ ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് SCCയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് SCCA ലോഗിൻ പോർട്ടൽ എന്ന് ഇവിടെ സെർച്ച് ചെയ്യുക. SCCA ലോഗിൻ അടിച്ചാലും മതി. ഫസ്റ്റ് വരുന്ന ലിങ്ക് ഉണ്ടല്ലോ, മൈ SCCA ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ലോഗിൻ പോർട്ടൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളുടെ സർനെയിം, പാസ്വേഡ് ഇത് രണ്ടും എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ ടു മൈ SCCA ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഫീസ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം വ്യൂ നൗ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ സമ്മറി എന്ന് പറഞ്ഞ ഒരു വിൻഡോ വരും. അതിൽ ഈ 140 പൗണ്ട് പറയുന്ന ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറയുന്ന ആ ഒരു ഇൻവോയ്സ് ഇല്ലേ, അതിൻ്റെ സൈഡിലൊരു ടിക്ക് മാർക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു ടിക്ക് മാർക്ക് ഇടുക. അതിന് ശേഷം പേ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു വിൻഡോയിലോട്ട് പോകും. അത് ഇവിടെ ജസ്റ്റ് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അവിടെ കാർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, പഴയ ഒത്തിരി കാർഡ് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷേ അതൊന്നുമല്ല. കാർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. നിങ്ങൾ ഇനിയിപ്പോൾ പേപ്പാൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേപ്പാൽ വെച്ച് സെലക്ട് ചെയ്യാം. ഞാൻ കാർഡ് വെച്ചായതുകൊണ്ട് കാർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ്. കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, വൺസ് ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം ജസ്റ്റ് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് OTP ചോദിച്ചിട്ടുള്ളൊരു വിൻഡോയിലോട്ട് പോകും. ഓക്കെ, അതിനുശേഷം OTP അടിച്ചതിന് ശേഷം ഇങ്ങനൊരു ഒരു കറങ്ങുന്ന ഒരു പേജായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വൺസ് അത് ഡൺ ആയിക്കഴിഞ്ഞാൽ ഒരു റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, പ്രിൻ്റ് റെസിപ്റ്റ് എൻ്റർ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.